ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള വേറെയും കുറെ ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ സിനിമയോ അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സർവീസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമകൾ കാണുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ തെറ്റല്ലേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അമ്മ അസോസിയേഷനുണ്ട്. അത് വിചാരിച്ച് മമ്മൂക്കയുടെ അടുത്ത സിനിമ കാണില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാണ് ദിലീപിനെ എന്ന് പറഞ്ഞിട്ട്. ലാലേട്ടൻ ദിലീപിന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ ലാലേട്ടന്റെ അടുത്ത സിനിമ കാണില്ല എന്ന് പറയാൻ പറ്റുമോ? ആൾക്കാർ ഓഡിയൻസ് തന്നെ വിചാരിക്കണം. അതേ പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമയായാൽ മാത്രമേ ഒരു സിനിമ സക്സസ് ആവുള്ളൂ. ഹായ് ഹലോ, കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്റെ ഈ കഥ ആൻഡ് ക്യാമറ എന്ന് പറയുന്ന ചാനലിൽ കൂടെ ഇടുന്ന പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ സിനിമ റിലേറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ആക്ച്വലി ഞാനിത് ഇടുന്നതിന് മുന്നേ കുറെ ആലോചിച്ചു. ഞാനിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഈ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ബബ്ബബ്ബ ആൻഡ് ദിലീപ് കേസ്. അപ്പോ ബബ്ബബ്ബ സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്ത സമയത്ത് എന്റെ വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് വന്നിരുന്നു. മനസാക്ഷിയുള്ള ഒരാളും ഈ സിനിമ കാണാൻ പോവില്ല എന്നുള്ളത്. അത് മാത്രല്ല ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെങ്കിൽ പോലും പലർക്കും ഐ മീൻ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. ആൻഡ് ഈ ഒരു സിനിമ ഇറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഈ ദിലീപ് കേസിന്റെ ഒരുപാട് എന്താ പറയാ ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് കേസിൽ ദിലീപ് കുറ്റവിമുക്തനായി മാറിയിട്ടുണ്ട്. അപ്പൊ പലവർക്കും പല അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. അപ്പോ എന്താ പറയാ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ആ ഗ്രൂപ്പിലുള്ള. അപ്പൊ പലവരും പറഞ്ഞു ഞങ്ങൾ ഈ സിനിമ കാണാൻ പോവില്ല. ഞങ്ങൾ ഒരിക്കലും ഈ ഒരു സിനിമ കാണാൻ പോവില്ല എന്ന് പറഞ്ഞു. അപ്പോ ടു ബി ഫ്രാങ്ക് എനിക്കും എന്റേതായിട്ടുള്ള ഒരു നിലപാടുണ്ടല്ലോ. അപ്പോ ഞാനും ആദ്യം വിചാരിച്ചു ഓക്കെ സിനിമ കാണാൻ പോവാതിരിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത്. അപ്പോ എന്താ പറയാ ആ ഒരു കോൺവെർസേഷൻ ആ ഒരു എന്താ പറയാ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ എല്ലാ കാരണങ്ങളും കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത്. കാരണം ഇങ്ങനത്തെ ഒരു കമന്റ് കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഈസ് കണക്റ്റഡ് ടു സിനിമ. എങ്ങനെ ബബ്ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിത് കാണണോ കാണണ്ടേ അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയണത് ഈസ് ദാറ്റ് കറക്റ്റ് ഓർ റോങ്? ഐ മീൻ ഇതില് തെറ്റായിട്ടൊന്നുമില്ല. കാരണം അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ ഒരു സിനിമയായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ഇരുന്നൊന്ന് ആലോചിച്ചു. ശരിയാണല്ലോ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? സിനിമ കാണാതിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ ഒന്ന് ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ പറയണ സമയത്തുണ്ടല്ലോ നമ്മളിപ്പോ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സിനിമയല്ല. അതിൽ ഒരുപാട് വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഒരുപാട് ടെക്നീഷ്യൻസ് ഒരുപാട് ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കളക്റ്റീവ് എഫേർട്ടാണ് സിനിമ എന്ന് പറയുന്നത്. ആൻഡ് ബബബ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അതും ഒരു കളക്റ്റീവ് എഫേർട്ടിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ആ സിനിമയിൽ ലാലേട്ടൻ വരുന്നുണ്ട്. അപ്പോ ലാലേട്ടൻ ഈ ഒരു വ്യക്തിയുടെ കൂടെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ലാലേട്ടന്റെ അടുത്ത സിനിമകൾ കാണില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത് കോടതി എന്തായാലും അതിന് എന്താ പറയാ ഒരു ഡിസിഷൻ എടുക്കും. നമുക്കതിന് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ശരിയാണ് നമ്മുടെ എന്താ പറയാ ഉള്ളില് ചിലപ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കാം. ആ ഒരു ഡിസിഷൻ വന്നില്ല. അത് വിചാരിച്ച് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അവരെടുക്കുന്ന ഡിസിഷനും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഇല്ലീഗൽ ടു ഡു ദാറ്റ്. പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. ഓക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഡിസിഷൻ. അത് 100% ഫെയർ ആണ്. ദാറ്റ് ഡസൻറ് മീൻ ദാറ്റ് നമ്മൾ കോടതി തെറ്റാണ് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോ എനിക്കും എന്താ പറയാ ആ ഒരു ഡിസിഷനിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ച് ഞാൻ ഇയാളുടെ സിനിമ കാണില്ലാട്ടോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് എന്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ. കാരണം ഉറപ്പായിട്ടും 100% ഉറപ്പാണ് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവും. ആൻഡ് ഭൂരിഭാഗം ആൾക്കാരും ഇതന്നെയായിരിക്കും പറയുക. ആൻഡ് അതിന്റെ ഇടയ്ക്ക് KSRTCയിൽ ഏതൊരു ലേഡി പറഞ്ഞിട്ട് ദിലീപിന്റെ ഒരു സിനിമ കാണിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അത് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു ട്ടോ. വാട്ടെവർ. അപ്പോ ഞാൻ ഈ സിനിമയെ കുറിച്ച് ഇപ്പൊ ആദ്യം പറയണുള്ളൂ. അപ്പോ ഇതേപോലെ എന്താ പറയാ ഫ്രണ്ട്സും എല്ലായിടത്തും ഞാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളെല്ലാവരും സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോ എന്താ അർത്ഥമുള്ളത്? ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമേനെ അത്രയും സ്നേഹിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കാണാന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം നൽകുന്ന വേറെ സംഭവമില്ല. ഇപ്പൊ ഒരാഴ്ച മൊത്തത്തിൽ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളായിട്ട് ഒരു തേഴ്സ്ഡേ, ഫ്രൈഡേ വരുന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാറുള്ളൂ. എനിക്ക് തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഏറ്റവും സുഖം തരുന്നത്. ലാപ്പിലോ ഫോണിലോ എങ്ങനെയെങ്കിലും കാണാന്ന് പറയുമ്പോൾ എനിക്കത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഒരു സിനിമ ഇറങ്ങി ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പോകുമ്പോൾ അതിന്റെ ഒരു ഫീൽ വേറെ. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ UK-ലാണ്. നാട്ടിൽ നിന്ന് കാണുമ്പോൾ അത് വേറെ ലെവൽ ഫീൽ ആയിരുന്നു. വേറെ ലെവൽ വൈബാണ്. അപ്പൊ ആ ഒരു ടെൻഷനും ആ ഒരാഴ്ചത്തെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു പടം കാണുമ്പോൾ ആഹാ ഫീൽ അത് ആ ഇരുന്ന് 2 ടു 3 മണിക്കൂർ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അത് ഏത് ജോണറിലുള്ള സിനിമയാവട്ടെ ഞാൻ എൻജോയ് ചെയ്യും. അതില് മാസ് എന്റർടൈൻമെന്റ് കൊമേഴ്ഷ്യൽ സിനിമകൾ വരുമ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമാണ്. കാരണം അതെന്റെ ഫേവറേറ്റ് ഒരു ഏരിയയാണ് കൊമേഴ്ഷ്യൽ മാസ് സിനിമകൾ. കാരണം അതിന്റെ ഒരു മൊത്തത്തിലുള്ള ടെക്നിക്കൽ പരിപാടിയൊക്കെ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് യൂട്യൂബിൽ നോക്കാറുണ്ട്. അത് മാത്രമല്ല അങ്ങനത്തെ സിനിമകൾ നന്നായിട്ട് കാണാറുമുണ്ട്. എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോ
ഞാനിങ്ങനെ എന്താ ഇത് കാണാൻ പോവില്ല എന്നുള്ള തോന്നലൊന്നും എനിക്കുണ്ടായിരുന്നില്ല ട്ടോ. കാരണം ആസ് എ സിനിമ ഞാനത് അതിനങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊരു സിനിമയാണ്. ആ സിനിമ നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയും. ചീത്തതാണെന്നുണ്ടെങ്കിൽ ചീത്തത് എന്ന് തന്നെ പറയും. എനിക്ക് തോന്നുന്നില്ല നാട്ടില് നമ്മുടെ ഓഡിയൻസ് ഒക്കെ അത്രയും എന്താ പറയാ ആ ഒരു ലെവൽ ആയിട്ടാണ് നമ്മുടെ ഓഡിയൻസ് ഒക്കെ ഉള്ളത്. കാരണം അവര് നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയാറുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഏതൊരു ചാനലിലെ റിവ്യൂസും എടുത്ത് നോക്കിക്കോളൂ. മമ്മൂക്കയുടെ ആവട്ടെ, ലാലേട്ടന്റെ ആവട്ടെ, സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ മോശം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പലവരും. ആൻഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരും ആരെയും ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടുണ്ടാവുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും ഇത് ദിലീപിന്റെ സിനിമയായിട്ട് അത് എന്തായാലും സപ്പോർട്ട് ചെയ്യണം. കാരണം ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പറയണ ആൾക്കാര് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ സിനിമ സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈവൻ രാമലീല സിനിമ സക്സസ് ആയതിന്റെ റീസൺ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ ഫാൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ. ആ സിനിമ നല്ലതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സിനിമ ആ ടൈമിൽ ഇറങ്ങിയ സമയത്ത് അങ്ങനത്തെ ഒരു കഥയും ആ ഒരു പരിപാടി മൊത്തത്തിൽ ഒരു പുതുമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ആ സിനിമയ്ക്ക് കേറിയിട്ടുള്ളത്. അല്ലാണ്ട് അതിപ്പോ ഈ ഒരു പെർട്ടിക്കുലർ ആക്ടർ ആയതുകൊണ്ട് മാത്രം ആ സിനിമ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും സിനിമകളൊക്കെ ജയിക്കണം. എല്ലാം സക്സസ് ആവണം. ഒരു സിനിമ പോലും ഫ്ലോപ്പ് പാടില്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു സിനിമ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു കോണ്ടന്റ് ഉണ്ടാവണം. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ അത് വിജയിക്കൂ. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ആക്ടർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സിനിമ ഭയങ്കരമായിട്ടുള്ള സക്സസ് ഒക്കെ കൊണ്ടുവരും എന്നുള്ളത് ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ. അങ്ങനെ ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെയൊക്കെ സിനിമകൾ സക്സസ് ആവണം. അപ്പൊ എന്റെ പോയിന്റ് അതല്ല. ഇത് കാണണോ വേണ്ടേ എന്ന് പറയുന്നത് നിങ്ങളുടെ മീൻസ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാം, കാണണ്ടെന്നുണ്ടെങ്കിൽ കാണണ്ട. ആൻഡ് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്ത സമയത്തും അതന്നെയായിരുന്നു നമ്മളും പറഞ്ഞത്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ. അപ്പൊ whatever they feel is right, they can do that and they have all the autonomy to do that. അതാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പൊ എന്റെ കേസിലേക്ക് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. എന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് സിനിമകൾ ഇഷ്ടമാണ്. ഞാൻ സിനിമ കാണും. അത് ഈ ഒരു ആളുണ്ടായോണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് കാണുക എന്നല്ല അതിനർത്ഥം. കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും സിനിമകൾ കാണും. കാരണം ഇതിപ്പം ഞാനിങ്ങനെ ഒരു പെർട്ടിക്കുലർ ആളെ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കില്ല. പക്ഷെ ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള വേറെ കുറെ ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ സിനിമയോ അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സർവീസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇതൊന്നും അറിയാണ്ടും ചിലതൊക്കെ അറിഞ്ഞുകൊണ്ടും നമ്മളിങ്ങനെ സർവീസ് അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ എടുക്കണ്ടാവാം അല്ലെങ്കിൽ സിനിമകൾ കാണുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ തെറ്റല്ലേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്ക എന്താ ഈ ഒരു അമ്മ അസോസിയേഷൻ ഉണ്ട്. അത് വിചാരിച്ച് മമ്മൂക്കയുടെ അടുത്ത സിനിമ കാണില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാണ് ദിലീപിനെ എന്ന് പറഞ്ഞിട്ട്. ലാലേട്ടൻ ദിലീപിന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ ലാലേട്ടന്റെ അടുത്ത സിനിമ കാണില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ പൃഥ്വിരാജ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ അതിജീവിതമായിട്ട് സ്റ്റേറ്റ്മെന്റ് റീഷെയർ ചെയ്തു. അപ്പൊ പൃഥ്വിരാജ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വിചാരിച്ച് പൃഥ്വിരാജ് ഇനി ലാലേട്ടനെ വെച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് പറയാൻ പറ്റുമോ? ഇല്ല. സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് സംതിങ് ബിഗ് അല്ലെങ്കിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു പരിപാടി. അതിൽ കുറച്ച് ആൾക്കാരാണ് ഇവരൊക്കെ. അല്ലാണ്ട് ഇവര് വിചാരിച്ചു കഴിഞ്ഞാലൊന്നും ഒരിക്കലും ഒരു സിനിമ ഭയങ്കര സംഭവം ഒന്നും ആക്കാൻ പറ്റില്ല. ആൾക്കാർ ഓഡിയൻസ് തന്നെ വിചാരിക്കണം. അതേ പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമ ആയാൽ മാത്രമേ ഒരു സിനിമ സക്സസ് ആവുള്ളൂ. ഇപ്പൊ ബബ്ബബ്ബ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഷുവർ ഷോട്ട് ഹിറ്റ് ആവും എന്നൊന്നും പറയാൻ പറ്റില്ല. ആ സിനിമ വന്ന് കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കണക്ട് ആയാൽ മാത്രമേ സിനിമ എന്താ ഒരു സക്സസ് ആയി പറയാൻ പറ്റൂ. ഇതിന് മുന്നേ കമാരസംഭവം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പലർക്കും അത് കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നില്ല അതൊരു തിയേറ്ററിക്കൽ ഹിറ്റ് ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇതും ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ കമന്റിൽ നിൽക്കാം, നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. ഞാൻ ഈ ഒരു കമന്റ് വന്നതും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇവിടെ എടുത്തത്. കാരണം അത് സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇട്ടത്. അല്ലാണ്ട് ഇങ്ങനത്തെ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ചാനലല്ല എന്റെ ചാനൽ. കാരണം അതിന്റെ പേര് തന്നെ കഥ ആൻഡ് ക്യാമറ, ഇറ്റ്സ് ഓൾ അബൌട്ട് മൂവീസ്. ഞാൻ അതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ചാനൽ യൂസ് ചെയ്യണത്. അപ്പോ എന്താ അത്രേ പറയാനുള്ളൂ. കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിങ്ങനെ ഓവർ ആക്കണില്ല. കാരണം ഇപ്പൊ തന്നെ അത്യാവശ്യം ടൈം ഞാൻ എടുത്തു ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ഞാൻ പലതും പല സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അത് ബുദ്ധിമുട്ടായിരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ. കാരണം എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഐ ആം നോട്ട് കണക്ടിങ് ദിസ് ഇഷ്യൂ ടു ദ മൂവി. കാരണം ഞാൻ സിനിമേനെ സ്നേഹിക്കുന്ന ആളാണ്. എനിക്ക് തിയേറ്ററിൽ പോയിട്ട് ഇരിക്കുമ്പോൾ ഒരു സുഖമാണ്. തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ട ഒരു ആശ്വാസം. ചില സിനിമകളൊന്നും ചിലപ്പോൾ വർക്ക് ആവില്ല. അപ്പൊ ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ എന്റെ ഒരു കംപ്ലീറ്റ് പോയ പോലെ ആയിരിക്കും. എന്നാലും സിനിമ കാണാന്ന് പറയുമ്പോൾ അതൊരു ഒരു 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 എന്താ പറയാ സുഖമുള്ള കാര്യമാണ് എനിക്ക്. അപ്പൊ ഞാൻ സിനിമ എന്തായാലും കാണും. നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്. അപ്പോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കും. ബൈ.